പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം? പാമ്പ് കടിക്കാതിരിക്കട്ടെ, എന്നാൽ കടിച്ചാൽ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനമായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നമുക്കതിൽ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ശാസ്ത്രീയമായിട്ട് അടിത്തറയുള്ള ഒരു നിമോണിക് ഉണ്ട്. ഡു റൈറ്റ്. റൈറ്റിൽ ആദ്യത്തെ അക്ഷരം ആർ, റീഅഷ്യൂർ. നമ്മുടെ നാട്ടിൽ അനേകം പാമ്പ് ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വിഷമുള്ള പാമ്പുകൾ വളരെ കുറവാണ്. രാജവെമ്പാല, മൂർഖൻ പാമ്പ്, അണലി, വളയവളപ്പൻ, ഇതുപോലത്തെ ഒരു 3-4 കൂട്ടം പാമ്പുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള പാമ്പുകളൊക്കെ വിഷരഹിത ആയിട്ടുള്ള അല്ലെങ്കിൽ വിഷമില്ലാത്ത പാമ്പുകളാണ്. വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിനകത്ത് ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് നമ്മളെ കടിക്കുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഒരു എലീനെ പിടിച്ചിട്ടുണ്ടാവും, പൂച്ചേനെയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലുള്ള വിഷഗ്രന്ഥിയിലുള്ള വിഷം അതിനെ ഇരയാക്കുവാനായിട്ട് അതിനെ കുത്തിവെച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഡ്രൈ ബൈറ്റിൻ്റെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആളെ റീഅഷ്യൂർ ചെയ്യുക, വിഷമുള്ള പാമ്പാണെങ്കിലും പേടിക്കാനൊന്നുമില്ല, വിഷം ഉണ്ടാവത്തില്ല. കാരണം നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ വിഷം പെട്ടെന്ന് ഹൃദയത്തിലേക്കും തലച്ചോറിലേക്കും എരമ്പിക്കയറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ആർ, റീഅഷ്യൂർ. ഐ ഫോർ ഇമ്മൊബിലൈസ്. നമ്മൾ കയ്യിലോ കാലിലോ ഒക്കെയാണ് കടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇമ്മൊബിലൈസ് ചെയ്യുക. ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഭാഗം അനക്കാതെ വെക്കുക. ജോയിൻ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് അനക്കാതെ കൂട്ടി വയ്ക്കുന്നത് നല്ലതാണ്. ചില ആളുകൾ നമ്മളതിനകത്ത് മുറുക്കി കെട്ടുന്ന കാണാറുണ്ട്, ചില ആളുകൾ അത് കടിച്ച് വിഷം എടുക്കുന്നത് കാണാറുണ്ട്, ചില ആൾക്കാർ അത് മുറിക്കുന്നത് കാണാറുണ്ട്. ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടുള്ള രക്തോട്ടം കൂടാനേ സഹായിക്കുള്ളൂ. നമ്മൾ മുറുക്കി കെട്ടുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അണലി ഭാഗത്തിൽപ്പെടുന്ന പാമ്പുകൾ നമ്മൾ മുറുക്കി കെട്ടുമ്പോൾ അവിടെ വിഷം തങ്ങി നിൽക്കുകയും പിന്നീട് ആ ഭാഗം മുറിച്ച് കളയേണ്ട വരുന്ന ഒരു അവസ്ഥയും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുറുക്കി കെട്ടുകയോ കടിച്ച് വിഷമെടുക്കുകയോ അല്ലെങ്കിൽ മുറുക്കുകയോ ഒന്നും അല്ല വേണ്ടത്. ആ ഭാഗം ഹൃദയത്തിൻ്റെ ലെവലിൽ നിന്ന്, ഉദാഹരണമായി കാലിൻ്റെ ഭാഗത്താണെങ്കിൽ കാലിൻ്റെ ഭാഗം ഹൃദയത്തിൻ്റെ താഴെ വെച്ച് അനക്കാതെ, എത്ര അനക്കാതെ വെക്കാൻ പറ്റുമോ അത്ര അനക്കാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. അതാണ് ഇമ്മൊബിലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആറിൽ ഐ, ഇമ്മൊബിലൈസ്. GH എന്നുള്ളത് ഗെറ്റ് ടു ദി ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. കാരണം ഹോസ്പിറ്റലാണ് ആൻറ്റി വെനം ഉള്ളത്. ഒരിക്കലും നമ്മൾ നാട്ടുവൈദ്യൻ്റെ അടുത്തേക്ക്, എൻ്റെ അറിവിൽ ഒരു നാട്ടുവൈദ്യവും പാമ്പ് കടിക്ക് ഇല്ല. അതിന് ഒരേ ഒരു വൈദ്യമേ ഉള്ളൂ, അത് ആൻറ്റി സ്നേക്ക് വെനമാണ്. ആൻറ്റി സ്നേക്ക് വെനം ലഭ്യമായിട്ടുള്ള ആശുപത്രിയിലേക്ക് എത്രയും വേഗം രോഗിയെ എത്തിക്കുക. ഗെറ്റ് ടു ദി ഹോസ്പിറ്റൽ. ആൻഡ് നമ്മൾ പറഞ്ഞു, ആറ് പറഞ്ഞു, ഐ പറഞ്ഞു, GH പറഞ്ഞു, ടി ഈസിക്കൽ ടു ടെൽ ടു ദി ഡോക്ടർ. ഡോക്ടറോട് പറയുക. എന്താ പറയേണ്ടത്? 2 തരത്തിലുള്ള വെനമുള്ള പാമ്പുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന് ഹെമറ്റോടോക്സിക് ഇൻവെനമേഷൻ, 2 ന്യൂറോടോക്സിക് ഇൻവെനമേഷൻ. ന്യൂറോടോക്സിക് ഇൻവെനമേഷൻ ഉള്ളൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാൻ പ്രയാസം വരും, കണ്ണ് അടഞ്ഞു പോകും. ഹെമറ്റോടോക്സിക് ആണെങ്കിൽ നീര് വരും, ന്യൂറോടോക്സിക് ആണെങ്കിൽ 2ആയിട്ട് കാണുന്നത് പോലെ ഉണ്ടാവും. അങ്ങനെ എന്ത് ലക്ഷണമാണ് രോഗിക്കുള്ളത് അത് ഡോക്ടറോട് പറയുക. ആൻറ്റി സ്നേക്ക് വെനം ഏതെടുക്കണം, കൊടുക്കണോ വേണ്ടയോ എന്ന് ഡോക്ടറിന് നിർദ്ദേശിക്കാൻ അത് സഹായകരമാവും. താങ്ക് യു.